ഹായ്. ഇപ്പോൾ നമ്മൾ ഒരു CMA മെറ്റീരിയൽ കോസ്റ്റിംഗ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 21 പേജ് നമ്പർ 390 ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യനിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റും അതിന്റെ എക്സ്പാൻഷനായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പിലെ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോർമലി അത് ചോദിക്കാവുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ പർട്ടിക്കുലർലി ചിലപ്പോൾ ഒരു 2 പ്ലാന്റ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കും പ്ലാന്റ് ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇപ്പോൾ 70% കപ്പാസിറ്റിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. സെക്കൻഡ് പ്ലാന്റ് എക്സാമ്പിൾ ആണ്, സെക്കൻഡ് പ്ലാന്റ് ഒരു 40% കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 പ്ലാന്റും കൂടി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മെർജ്ഡ് പ്ലാന്റിന്റെ 2 പ്ലാന്റും കൂടി ചേർത്തിട്ട് 1+2 ഈക്വൽ ടു മെർജ്ഡ് പ്ലാന്റ് ആണ്. ഈ 2 പ്ലാന്റിന്റെയും കപ്പാസിറ്റി എത്രയായിരിക്കും എന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. കപ്പാസിറ്റി എത്രയായിരിക്കും, അതിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പ്ലാന്റിനെ 70%-ൽ നിന്നും 100%-ലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിൾ ഇവിടെ 1000 യൂണിറ്റ്സ് ആയിരിക്കും, 700 യൂണിറ്റ്സ് ആയിരിക്കും 70% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 100%-ലോട്ടാക്കുമ്പോൾ 1000 യൂണിറ്റ്സിന്റെ ആവും. 1000 യൂണിറ്റ്സിന്റെ സെയിൽസും പ്രോഫിറ്റും കാര്യങ്ങളും കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം 40%-ലാണ്, അതിനെയും 100%-ലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ഈ 100%-ഉം ഈ 100%-ഉം കൂടി ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് മെർജ്ഡ് പ്ലാന്റ് കപ്പാസിറ്റി ആവും. പ്ലാന്റ് 1 at 100%, പ്ലാന്റ് 2 at 100% ഈക്വൽ ടു മെർജ്ഡ് പ്ലാന്റ്സ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നോർമലി വരുന്നത്. പ്ലാന്റിന്റെ കേസ് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഈ ക്വസ്റ്റിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളൂ ക്വസ്റ്റിനിൽ. പക്ഷെ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലെ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടോ അതിൽ കൂടുതലോ പ്ലാന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മളോട് പറയും മെർജ്ഡ് പ്ലാന്റിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് പറയും. അപ്പോൾ മെർജ്ഡ് പ്ലാന്റിന്റെ കപ്പാസിറ്റി ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന പ്ലാന്റിനെ എല്ലാം നമ്മൾ 100%-ലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുക. 100%-ലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ 100% രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മെർജ്ഡ് പ്ലാന്റിന്റെ കപ്പാസിറ്റി, അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ടോട്ടൽ കോളത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലാന്റ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. പ്ലാന്റ് എക്സ്പാൻഷന്റെ കേസ് പറയുമ്പോൾ ദ മാനേജർ ഓഫ് എ കമ്പനി പ്രൊവൈഡ്സ് യു വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് അമൗണ്ട്സ് ടു 4 lakh. കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 60% ഓഫ് സെയിൽസ് ആണ്. വേരിയബിൾ കോസ്റ്റ് സെയിൽസ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 60% ആണ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് 80,000, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 80,000. ദെൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 60% ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 32,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. ദെൻ കമ്പനി ഈസ് തിങ്കിങ് ടു എക്സ്പാൻഡിങ് ദ പ്ലാൻ. ദ ഇൻക്രീസ്ഡ് ഫിക്സഡ് കോസ്റ്റ് വിത്ത് ദ പ്ലാന്റ് എക്സ്പാൻഷൻ വിൽ ബി 40,000. ഇപ്പോൾ നോർമലി ഉള്ള ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റിന്റെ ഡീറ്റെയിൽസ്, സെയിൽസ്, കോസ്റ്റ് കാര്യങ്ങൾ, പ്രോഫിറ്റ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യണം. പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് റൈസ് ആവുമെന്ന് ഓർത്തോളാം. അപ് ടു 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വരെ ഒന്നിന്റെയും ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവത്തില്ല. ഇവിടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അപ് ടു 100% അല്ല, എബോവ് 100% ആണ് ഇവിടെ യൂട്ടിലൈസേഷൻ നടത്താൻ പോകുന്നത്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അപ്പൊ എങ്ങനെ യൂട്ടിലൈസേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലാന്റ് എക്സ്പാൻഷനിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഒരു 40,000 ഉണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ മാക്സിമം പ്രൊഡക്ഷൻ ഇൻ ദ ന്യൂ പ്ലാൻ വിൽ ബി വർത്ത് 2,40,000. മാക്സിമം പ്രൊഡക്ഷൻ rupees 2,40,000 വരെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ദ കമ്പനി ഓൾസോ വാണ്ട്സ് ടു an additional income 3,200 on investment. 40,000 rupees ഫിക്സഡ് കോസ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് 3,200 rupees ആണ് അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്, 3,200 rupees ആണ്. On the basis of computations, given your opinion on plan expansion. Plan expansion വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഫോർ എക്സ്പാൻഷൻ, ആഫ്റ്റർ എക്സ്പാൻഷൻ എത്രയാണ് പ്രോഫിറ്റ് എന്ന് നമുക്ക് നോക്കിയാൽ മതി. ബിഫോർ എക്സ്പാൻഷനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ആഫ്റ്റർ എക്സ്പാൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാം. അത് മാത്രമല്ല ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3,200 ആണ്. 40,000 rupees ഫിക്സഡ് കോസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3,200 rupees നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ റിട്ടേൺ കിട്ടണം. ഇതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. computation of
profit of plant. Before expansion, at expansion, after expansion. Okay. Then sales. Before expansion details complete question തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 4 lakh rupees ആണ്. Then variable cost എന്ന് പറയുന്നത് 60% ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ 4 lakh into 60% എന്ന് പറയുമ്പോൾ 2400 rupees വരും, അല്ല 2,40,000 rupees വരും. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമുക്ക് കാണിക്കേണ്ട സ്കീം എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ദെൻ കോൺട്രിബ്യൂഷൻ ഇന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക, പ്രോഫിറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോകേണ്ട സ്റ്റെപ്പ് ടു ഗെറ്റ് ദ പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 1,60,000 rupees we will get at as contribution. Then fixed cost. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 80,000 rupees ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആയ 80,000 rupees ആയിരിക്കും. ദെൻ നമുക്ക് അതിൽ നിന്ന് ടാക്സ് അറ്റ് 60% ഇൻകം ടാക്സ് ഉണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് 60% ആണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന്റെ 60% നമുക്ക് ടാക്സ് കുറയ്ക്കാം. 48,000 rupees will be paid as tax. Then profit after tax PAT എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 32,000 rupees എന്ന് കിട്ടും. ബിഫോർ എക്സ്പാൻഡിങ് ദ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 32,000 rupees ആണ്. ദെൻ അറ്റ് എക്സ്പാൻഷൻ നമുക്ക് ഒരു അഡീഷണൽ 2,40,000 rupees പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ 60% ആണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ഇൻക്വയർ ചെയ്യുന്നത്. 2,40,000 60% എന്ന് പറയുമ്പോൾ 1,44,000 rupees. ദെൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും 96,000 rupees. അതിന് അഗെയിൻ നമുക്ക് ഒരു അഡീഷണൽ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഒരു 40,000 rupees കൂടെ നമുക്ക് എന്തുണ്ട്? ഒരു ഫിക്സഡ് കോസ്റ്റ്, അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവും. അത് ഇൻക്ലൂഡ് ആവുമ്പോൾ 56,000 rupees ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നത്. ദെൻ 56,000 rupeesന്റെ 60% അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് പേയ്മെന്റ് നടത്തണം 33,600. ദെൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 22,400 rupees. ഓക്കെ, അവർക്ക് നമ്മൾ ശരിക്കും ഇവിടെ 40,000 rupees ഫിക്സഡ് കോസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ, ഫിക്സഡ് കോസ്റ്റ് ആയപ്പോൾ, ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആവുമ്പോൾ നമുക്ക് 3,200 rupees ആണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് റിട്ടേൺ വേണമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 22,400 rupees നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? We should go for expansion. നമുക്ക് ഡിസിഷൻ എഴുതാം. അതിന്റെ ഒരു ടോട്ടൽ കോളം ആഫ്റ്റർ എക്സ്പാൻഷൻ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കൂടി കാണിക്കണം. Then total sales എന്ന് പറയുന്നത് 6,40,000. Then total variable cost എന്ന് പറയുന്നത് 3,84,000. Then total contribution എന്ന് പറയുന്നത് 2,56,000. Then total fixed cost എന്ന് പറയുന്നത് 1,20,000. Then 1,36,000 will be the profit before tax. Then നമുക്ക് ഇതിന്റെ ടാക്സ് റേറ്റ് ഉണ്ട്. ഇതിന്റെ ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 48,000 rupees plus 33,600. That is 81,600. 81,600. Then പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് നമുക്ക് ടാക്സ് എലമെന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 54,400 rupees. ഇതാണ് ടോട്ടൽ പ്ലാന്റിന്റെ ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എക്സ്പാൻഷൻ നമുക്ക്
ജനറേറ്റ് ചെയ്യാവുന്ന ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 54,400. ബിഫോർ എക്സ്പാൻഷൻ എന്നാൽ വെറും 32,000 റുപ്പീസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റും കൂടുന്നുണ്ട്. നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 റുപ്പീസ് ഫിക്സഡ് കോസ്റ്റ് ഇൻകേർഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് കുറച്ച് റിട്ടേൺ ഒരു 3,200 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ കിട്ടണമെന്നാണ് പറഞ്ഞത്. ഇവിടെ 22,400 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം വി ഷുഡ് ഗോ ഫോർ expansion of the plan. നമുക്ക് ഡിസിഷൻ എഴുതാം. ഓക്കെ, താങ്ക്സ്.